ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? തീയൊന്നും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഈ മാങ്ങാനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മാംഗോ രസാക്കി എടുക്കാം. ഇപ്പോൾ മാംഗോ രസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഈ മാംഗോ രസിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഫ്രഷ് ക്രീമാണ്. പാലിൻ്റെ പാട അഥവാ പാലിൻ്റെ ക്രീം ഉണ്ടല്ലോ, കുറച്ച് സമയം ഫ്രീസറിൽ സെറ്റാവാൻ വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ നല്ലൊരു ഫ്രഷ് ക്രീമായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ മാംഗോ രസും ഫ്രഷ് ക്രീമും മിൽക്ക് പൗഡറൊക്കെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ് ഫുള്ളായി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ ഫുള്ളായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീമിൻ്റെ മിക്സ്ഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലാകുമ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു 3 മണിക്കൂർ നേരം ഫ്രീസറിൽ സെറ്റാവാൻ വെക്കണം. ഇപ്പം ഞാൻ ഇതിനെ ഫ്രീസറിൽ സെറ്റാവാൻ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നേരമായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലായി ഒരു കവർ വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് നമുക്കൊരു 4 മണിക്കൂർ നേരം ഫ്രീസറിൽ സെറ്റാവാൻ വെക്കാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ബദാമും പിസ്തയും ചോപ്പ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു 3 മിനിറ്റ് മുമ്പ് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കണം. എൻ്റെ ഈ മാംഗോ ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.